ഇനി ആരാടാ സുഖം ചോദിക്കേണ്ടത്? ഇനി ആർക്കാ ഇനി സുഖം ഉണ്ടാവാൻ പോണേ? ഈ ലോകം ഭാഗ്യം കെട്ടതാ. പിന്നെ എല്ലാവരും എന്ത് വിചാരിച്ചു? ചന്ദ്രൻ്റെ നിഴൽ കാണുമ്പോൾ മീനുകളൊക്കെ വിചാരിക്കും ഞങ്ങളെപ്പോലുള്ള ഒരു ജീവിയാണ് ഈ ചന്ദ്രനെന്നോ. മീനുകളൊക്കെ വിചാരിക്കുന്നത് മീനാ ഇത് ഓടുമെന്ന് മീനുകൾ വിചാരിക്കും. പിന്നെ ഇതൊരു എന്നാൽ ചന്ദ്രൻ അസ്തമിച്ച പിന്നെ അതില്ല. ചന്ദ്രൻ അസ്തമിക്കുന്ന ഒന്നാണെന്ന് മീനുകൾക്ക് അറിയില്ല. അതുപോലെയായി ഭൂമിയിലെ മനുഷ്യന്മാർ, പ്രത്യേകിച്ച് അതോന്മാർ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം ഒരുപാട് പറഞ്ഞൊക്കെ അന്ന് പറയാൻ സമയമില്ല. അങ്ങനെ വാസുദേവന് സുഖമാണ്. പിന്നെ പിന്നെ ആ കൃഷ്ണൻ്റെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പണ്ടത്തെ പിന്നെ കൃഷ്ണൻ്റെ കുട്ടിക്കാലത്ത് ചെയ്ത ആ പൂതനെ കൊന്നതും സകലകൃഷ്ണനെ കൊന്നതും വേഗനെ കൊന്നതും ഇങ്ങനെ ഓരോ കഥകൾ അങ്ങനെ പറയാൻ തുടങ്ങി. കുറേ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓവർക്കണത്തിൻ്റെ കഥയെല്ലാം പറഞ്ഞിട്ട് പിന്നെ പാഞ്ചാലിയുടെ വിവാഹം കഴിഞ്ഞതും ആ കഥകളും ഇങ്ങനെ ഓരോ. പിന്നെ ഭഗവാന്റെ വിവാഹങ്ങള് ഏകസ്മിൻ മൂർത്തി ആസാ മൂർത്തി ഏകസ്മിൻ നാനാപേര് ശ്ലോഷാന്തർഗേപ്പാനി അനുഭൂത ആജ്ഞയിൽ സാധിക്കാൻ കാണാം. ഒരേ മുഹൂർത്തത്തിൽ 16,000 പേരെ 16,000 കൊട്ടാരത്തിൽ 16,000 സ്വരൂപം എടുത്താണ് കല്യാണം കഴിച്ചത്. അവർ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ യവനൻ നാരദൻ സാലൻ തുടങ്ങിയവരോടൊക്കെ യുദ്ധം ചെയ്തു. അവരെല്ലാം മരിച്ചു. പിന്നെ ശമ്പരൻ ദൂതൻ ബാണ അങ്ങനെ അവസാനം കണ്ണൻ ദുശാസനൻ ദ്രൗപദൻ സുബലൻ്റെ നാട് ഇങ്ങനെ തുടങ്ങിയവരെ മുഴുവൻ കൊന്ന്. പിന്നെ ഭഗവാൻ അവസാനം തൻ്റെ രാജ്യമൊക്കെ സ്ഥാപിച്ച് ഉത്തരായം ചിലപ്പോൾ ഉത്തരയ്ക്ക് സമാധാനം കൊടുത്ത് പാണ്ഡവന്മാരുടെ വസ്തുനപുരമൊക്കെ നന്നാക്കി അവരെ കൊണ്ട് യാഗങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ സുഖമായിരുന്നു. ഇങ്ങനെ ലോകത്ത് സുഖമായിരിക്കും. യദുക്കൾ സുഖമായിരിക്കുമായിരുന്നു. ക്ഷണതയാ ദത്തക്ഷണ സ്ത്രീ ക്ഷണ സൗഹൃദ ഇതൊക്കെ നിമിഷം കൊണ്ട് പോകുന്നതാണെന്ന് ആരും മനസ്സിലാക്കിയിരുന്നില്ല. എല്ലാവരും സുഖമായി ഈ സുഖം ഒന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് പെട്ടെന്ന് പോവുകയായിരുന്നു. മിന്നലൊക്കെ എങ്ങനെയാണ്? കുറച്ചു നേരം മിന്നും, നല്ല പ്രകാശമായിരിക്കും, പെട്ടെന്നത് അങ്ങ് മാഞ്ഞും പോകും. അപ്പം പിന്നെ കുറേ കാര്യം പിന്നെ പറഞ്ഞു ഉദ്ധവൻ പറഞ്ഞു എനിക്ക് അവസാനം ഭഗവാൻ ഒരു ഉപദേശം തന്നു. ഞാൻ എന്നോട് പറഞ്ഞു ഭഗവാനെ പോവല്ലേ നിങ്ങൾക്ക് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറ്റില്ല, പിന്നെ ഞാൻ ഉപദേശം തരാം, അങ്ങ് ബദരികാശ്രമത്തിൽ പോയി എന്നെ തപസ് ചെയ്തുകൊണ്ടിരുന്നോളൂ, ഞാൻ കുറച്ച് ജ്ഞാനം ഉപദേശിച്ചു തരാൻ പറഞ്ഞ് ആ ഉദ്ധവോപദേശമൊക്കെ പറഞ്ഞു കൊടുത്തു. ഉപദേശം പറഞ്ഞു കൊടുത്തില്ല, ഭഗവാൻ എനിക്ക് ജ്ഞാനം പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. അതിനെ വിസ്തരിച്ചിട്ടുണ്ട് കുറച്ച്. എന്നാൽ പറഞ്ഞ് എനിക്കിതൊക്കെ ഒന്ന് പറഞ്ഞു തരാം, അങ്ങ് എത്ര ഭാഗ്യവാനാണ്. ഈ പറഞ്ഞു തന്ന തത്വങ്ങളെല്ലാം കേട്ടിട്ട് പിന്നെ എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇതിന് ഭഗവാൻ പറയുകയാണ്, എന്താ പിന്നെ അങ്ങെപ്പോലെ സുഹൃതം ചെയ്ത് വരാനാണ്. എല്ലാവരും ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാനെയാണ് സ്മരിക്കുന്നത്. എന്നാൽ ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ വിതുരയാണ് സ്മരിച്ചത്. വിതുര എൻ്റെ പ്രിയപ്പെട്ട വിതുരൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാനീ പറഞ്ഞു തന്ന തത്വങ്ങളെല്ലാം ആ വിതുരക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആരെ ഏൽപ്പിച്ചു? മൈത്രേയ മഹർഷി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിതുര ചോദിച്ചു, പിന്നെ ഈ ജ്ഞാനമൊക്കെ എനിക്ക് പറഞ്ഞു തരണേന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, പിന്നെ അങ്ങക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മൈത്രേയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് മൈത്രേയത്ത് പോയി ചോദിച്ചോളൂ. പിന്നെ ബ്രാഹ്മണശാപം കൊണ്ട് യാദവുകൾ മുഴുവൻ നശിച്ചു. പിന്നെ കാട്ടിന് തീ പിടിക്കുന്ന പോലെ പിന്നെ ശാപം വാങ്ങുന്ന തീ കൊണ്ട് ഒരു തമ്മിത്തല്ലി അങ്ങനെ മരിച്ച് ആരും ഇല്ലാണ്ടായി എന്നെല്ലാം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? പിന്നെ വിതുര നേരെ മൈത്രേയ മഹർഷിയുടെ എത്തിയിരുന്നു. മൈത്രേയ മഹർഷിയെ വീണ് നമസ്കരിച്ചു വെച്ചു, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. സുഖായ കർമാണി കരോതിരോ നവീ സുഖമായ ഉപകാരമോ. എല്ലാ ആളുകളും സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നാൽ ആർക്കും സുഖമൊക്കെ കിട്ടുന്നില്ല. എന്നാൽ ദുഃഖം കിട്ടാനായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ആരുടെയും ദുഃഖം മാറുന്നില്ല. എന്താ കാരണം? ഇങ്ങനെ കരോതി കർമാണി കൃതാവതാരോ ആളുകളെങ്കിൽ പിന്നെ ഓരോ അവതാരങ്ങളും ഓരോ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.